وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بسم الله الرحمن الرحيم ومن ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികൾ, പരിശുദ്ധവും പരിപാവനവുമായ ഈ റമദാനിൻ്റെ സർവ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ ഉൾക്കൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ട് പരലോകത്തേക്ക് യാത്ര പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾക്കും മറ്റു മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല ബർസഖിയായ ജീവിതത്തിൽ നിഅമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നാം ഉൾപ്പെടെ സമൂഹത്തിൽ വന്നുപെട്ടിട്ടുള്ള സർവ വിപത്തുകളും മാറാവ്യാധി രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ റമദാനിൻ്റെ ഈ സന്ദർഭത്തിൽ ഈ പള്ളിയിൽ വെച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിൻ്റെ നിഅമത്ത് കൊണ്ട് കഴിഞ്ഞ വർഷം പള്ളിയിലേക്ക് വരാനും പള്ളിയിൽ വെച്ച് ഇബാദത്ത് നിർവഹിക്കാനും നാം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ നമുക്കതിന് അനുവാദം ഉണ്ടായില്ല. എന്നാൽ ഈ റമദാനിൽ പള്ളിയിലേക്ക് വരാനും പ്രവേശിക്കാനും ഇബാദത്ത് ചെയ്യാനും ഒക്കെ അല്ലാഹു നിഅമത്ത് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ആ നിഅമത്ത് ഉൾക്കൊള്ളാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ വിഷയം പറയുന്നതിന് മുമ്പ് നിങ്ങളെല്ലാ ദിവസവും എല്ലാവർക്കും നമ്മുടെ സ്ഥാപനങ്ങൾക്ക് സദഖയും സകാത്തും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ജില്ലയിൽ, വയനാട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ പ്രസ്ഥാനം നടത്തുന്ന അസ്ഹർ കോളേജ് തഹ്ഫീദുൽ ഖുർആൻ എന്ന സ്ഥാപനമുണ്ട്. 50-ലേറെ കുട്ടികൾ ഹിഫ്ള് പഠിക്കുകയും 30ഓളം കുട്ടികൾ അഫ്ളലുൽ ഉലമ പഠിക്കുകയും മറ്റ് മദ്രസ ദീനീ സംരംഭങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സ്വതക്ക നൽകണം ആ സ്ഥാപനത്തിന് എന്നറിയിക്കുകയാണ്. അതിൻ്റെ ഫളിലുകളോ ശ്രേഷ്ഠകളൊന്നോ നേരെ കൂടുതൽ പറയേണ്ടതില്ല, നിങ്ങൾക്ക് ബോധ്യമുള്ളവരാണ്. നിങ്ങളെ പോലെയുള്ള ആളുകൾ നൽകുന്ന റമദാനിൽ നൽകുന്ന ഹദിയ കൊണ്ടാണ് ആ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ദീനീ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടതും ദീനുള്ളവർ വളരേണ്ടതും ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്നും ബോധ്യമുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകണമെന്ന് അറിയിക്കുകയാണ്. മഹാനായ പണ്ഡിതൻ അബൂ ഹസൻ അലി നദ്വി റഹിമഹുല്ലാഹ് ലോകത്തിനും ഇന്ത്യക്കും ഏറെ ഈടുറ്റ വലിയ ഒരു കാഴ്ചപ്പാടുള്ള ദീർഘദൃഷ്ടിയായ 300-ലേറെ ഗ്രന്ഥങ്ങളിൽ ലോകത്തിന് സംഭാവന ചെയ്ത മഹാപണ്ഡിതൻ. അദ്ദേഹം വളരെ ദീർഘമായി ഇന്ത്യൻ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്ന ഒരു ഗ്രന്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ലഭിച്ച മുസ്ലിമീങ്ങളാണ് ഇന്ത്യയിലുള്ളത്. സഹാബത്ത് കഴിഞ്ഞാൽ സഹാബത്ത് നേടിയെടുത്ത പ്രതിഫലം നേടിയെടുക്കാൻ സാധ്യതയുള്ള ഒരു ജനത ലോകത്തുണ്ടെങ്കിൽ അത് ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളാണ് എന്നാണ്. അതിന് 2 കാരണങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്ന്, ഇന്ത്യ എന്നത് 85 കോടിയിലേറെ അല്ലെങ്കിൽ 100 കോടിയോളം വരുന്ന ജനത
ഇസ്ലാം എന്താണെന്നറിയാതെ ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനതയാണ്. ആ ശിർക്കിൽ അകപ്പെട്ട ജനതയോട് ദഅവത്ത് നടത്താൻ ഭാഗ്യം ലഭിക്കുകയും ആ ദഅവത്തിന് ഏറ്റവും സാധ്യതയുള്ള ഒരു ലോകത്ത് ജീവിക്കാൻ തൗഫീഖ് നൽകുകയും ചെയ്തതാണ് ഇന്ത്യയിലുള്ള മുസ്ലിമീങ്ങളുടെ ഭാഗ്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ലോകത്ത് ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞോ അറിയാതെയോ പച്ചയായ ശിർക്ക് ചെയ്യുന്ന കോടിക്കണക്കിന് മനുഷ്യരുള്ള ഒരു രാജ്യത്ത് യഥാർത്ഥ ഇസ്ലാമിന്റെ വെളിച്ചം സ്വീകരിച്ച ഒരു ജനതക്ക്, ഒരു വ്യക്തിക്ക് നിർവഹിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്തവും എത്രയാണ് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ആ ജനതയിലേക്ക് ദഅവത്തിന് സാധ്യതയുള്ള എല്ലാ വിഭവങ്ങളും അല്ലാഹു തആല ഒരുക്കി തന്നിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മൾ 50 കൊല്ലം മുമ്പ് പാരായണം ചെയ്യുന്ന ഖുർആനിന്റെ വചനങ്ങൾ വിശദീകരിക്കാൻ ആ ജനതയിലേക്ക് പ്രയാസമുണ്ടെങ്കിൽ ഇന്ന് അല്ലാഹു തആല ജനതയിലെ ബുദ്ധിയെയും ചിന്തയെയും വീഴ്ചകളെയും വളർത്തി നമ്മുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. അത്രയേറെ സൗകര്യങ്ങൾ ലഭിച്ച ഒരു ജനതയാണ് ഇന്ത്യയിലുള്ള ജനത എന്ന് പറയുന്നത്. അദ്ദേഹം അതിന്റെ സാധ്യതകളും ഒരുപാട് എഴുതി കുറിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു യാഥാർത്ഥ്യമായി ബോധ്യപ്പെടുന്നതോടൊപ്പം തന്നെ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ അതിപ്രധാനമായി അവരെ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുക എന്നതാണ്. ഇസ്ലാമിക പ്രബോധനം എന്ന് പറയുന്നത് അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതാണ്. അല്ലാഹുവിനെ ബോധ്യപ്പെട്ട ഒരു സംഘം, അല്ലാഹുവിന്റെ പരലോകം ബോധ്യപ്പെട്ട ഒരു വിഭാഗം, മനുഷ്യരുടെ ജീവിതം ബോധ്യപ്പെട്ട ഒരു വിഭാഗം, മനുഷ്യന്റെ ആത്യന്തികമായ മോക്ഷത്തിന് വേണ്ടി പണിയെടുക്കുക എന്നതാണ് യഥാർത്ഥ ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിൽ ദഅവത്തുമായി പരാമർശിച്ച രംഗങ്ങളിലൊക്കെ തന്നെ പറയുന്നത് വമൻ അഹ്സന ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, ആരിലേക്കാണ് ദഅവത്തുള്ളത്? അല്ലാഹുവിലേക്കാണ് ദഅവത്ത് നിർവഹിക്കേണ്ടത്. പടച്ചവനിലേക്കാണ് ജനത്തെ ക്ഷണിക്കുന്നത്. എന്തിനാണ് ഈ ജനത്തെ പടച്ചവനിലേക്ക് ക്ഷണിക്കുന്നത്? എന്താണ് അതിന്റെ കാരണങ്ങൾ വളരെ പ്രധാനമാണ്. മനുഷ്യന്റെ ജീവിതം എന്നത്, മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്നത് നാളെ പരലോകത്ത് സ്വർഗമാണ്. ആ സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കേണ്ടവരാണ്. മനുഷ്യന്റെ അടിസ്ഥാന കേന്ദ്രം, അടിസ്ഥാന ലക്ഷ്യം അത് സ്വർഗമാണ്. ഒരാൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അയാൾ വിജയിച്ചു. അയാളാണ് ഏറ്റവും വലിയ എക്സലൻസ്, അയാളാണ് ഏറ്റവും വലിയ വിജയി. ആ വിജയത്തിന്റെ സ്ഥാനത്തേക്ക് മനുഷ്യരെ കൊണ്ടുവരിക എന്നതാണ് അടിസ്ഥാനമായിട്ട് മനുഷ്യന്മാരുടെ, പ്രവാചകന്മാരുടെ ലക്ഷ്യം. സ്വർഗം ബോധ്യപ്പെടണം, നരകത്തിന്റെ അദാബുകൾ ബോധ്യപ്പെടണം. അപ്പോഴാണ് മനുഷ്യൻ അതിനു വേണ്ടി പ്രവർത്തിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ രാജ്യത്ത് 2 പ്രളയത്തിന്റെ കെടുതിയുണ്ടായി. ആ പ്രളയക്കെടുതിയിൽ മനുഷ്യർ രാപ്പകലില്ലാതെ അധ്വാനിച്ചു, അവരുടെ മുതുകുകൾ കാണിച്ചു, അവരുടെ സമ്പത്തുകൾ നൽകി, അവരുടെ ജീവൻ തന്നെ പണയപ്പെടുത്തി ആ മനുഷ്യരെ പ്രളയത്തിൽ നിന്ന് ഓരോ വ്യക്തികളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്തു. നമ്മുടെ നാടുകൾ, നമ്മുടെ ഗ്രാമങ്ങൾ, നമ്മുടെ പട്ടണങ്ങളിലെല്ലാം ആളുകൾ ഉണർന്ന് പ്രവർത്തിച്ചു. എത്രയെത്ര ഉദാഹരണങ്ങളാണ്. ഞാനൊരിക്കലും യാത്ര ചെയ്തു വരുന്ന സമയത്ത് വടകരയിൽ നിന്ന് ഒരു കച്ചവടക്കാരനെ കണ്ടു. അയാളുമായി സംസാരിച്ചു. അയാൾ പറഞ്ഞു, കാസർഗോഡ് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന ഒരു പ്രളയത്തിന്റെ ദുരിതാശ്വാസത്തിന്റെ റിലീഫ് വണ്ടി പോകുന്നുണ്ട്. ഞാൻ ഈ റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുന്ന ആളാണ്. ആ വണ്ടി ചായ കുടിക്കാൻ ഈ ഹോട്ടലിന്റെ മുമ്പിൽ നിർത്തി. ആ സമയത്ത് എന്റെ ഉപജീവന മാർഗമായി കച്ചവടത്തിന്റെ എല്ലാ സാധനങ്ങളും ഞാൻ കെട്ടിയെടുത്ത് ആ വണ്ടിയിലേക്ക് ഞാൻ കൊടുത്തു. അങ്ങനെ 6 മാസം എനിക്ക് കച്ചവടമില്ലാതെയായി. പിന്നീട് അയാൾ കച്ചവടം തുടങ്ങിയത്. എന്തേത് നൽകിയത്?
ഇതേ ഒരു ഉപജീവന മാർഗമായ തന്റെ എല്ലാ സാധനങ്ങളും പ്രളയത്തിൽപ്പെട്ട ആളുകൾക്ക് സംഭാവന ചെയ്യാൻ ആ ഒരു ചെറിയ കച്ചവടക്കാരൻ നൽകുകയുണ്ടായി. തോണിയിലേക്ക് കാലെടുത്തു വെക്കാൻ തന്റെ മുതുക് കാണിച്ചു കൊടുത്ത സഹോദരന്റെ ചിത്രങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. കടയിലുള്ള സാധനം ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് മുഴുവൻ നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ സാധനങ്ങൾ മുഴുവൻ കൊടുക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, എന്താ ഇതിന് തോന്നിയിട്ടുള്ളത്? ആ പ്രളയം എന്ന ഭീകരത, മനുഷ്യനെ ബാധിച്ചിട്ടുള്ള ദുരന്തം അനുഭവപ്പെട്ടു. ആ അനുഭവപ്പെട്ടപ്പോൾ ആ മനുഷ്യരെ ആ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് മാനുഷികമായ ബോധം നമുക്കുണ്ടായി. ആ ബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായത്. ശരി, അതിനേക്കാൾ വലിയ ദുരന്തമല്ലേ നാളെ നരകം? അതിനേക്കാൾ ഏറ്റവും വലിയ പ്രയാസമല്ലേ നാളെ പരലോകം? ആ പരലോകത്ത് മനുഷ്യരെ രക്ഷിക്കുക എന്നത് എത്ര വലിയ ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. മനുഷ്യർക്ക് ദുരിതാശ്വാസം നൽകുന്നവരെ, റിലീഫ് പ്രവർത്തനം ചെയ്യുന്നവരെ, മനുഷ്യരെ പ്രയാസത്തിൽ നിന്ന് രക്ഷിക്കുന്നവരെ നമുക്ക് കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അവരാ പ്രയാസത്തിന് രക്ഷ നൽകിയതിന്റെ ഫലമായി നമ്മുടെ കേരളത്തിൽ അസംബ്ലി മത്സരങ്ങളിൽ വന്നു. അതിന്റെ പേരിൽ മാത്രമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ യോഗ്യതകൾ നേടിയതൊക്കെ മനുഷ്യരെ പ്രയാസത്തിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ്. എന്നാൽ ഏറ്റവും വലിയ പ്രയാസം എന്താണ് മനുഷ്യർക്ക്? ഏറ്റവും വലിയ ദുരന്തം എന്താണ്? ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രയാസം എന്നത് നാളെ അല്ലാഹുവിന്റെ മഹ്ശറായ ലോകത്ത്, നാളെ പരലോകമെന്ന ആത്യന്തികമായ ജീവിതത്തിന്റെ ലക്ഷ്യത്തിൽ ഒരാൾ നരകത്തിലേക്ക് പോകുന്ന സമയത്ത് ആ നരകത്തിലേക്ക് പോകുക എന്നതാണ് ഏറ്റവും വലിയ പ്രയാസങ്ങൾ. ആ പ്രയാസങ്ങൾ മലക്കുകൾ വരെ ചോദിക്കുന്നുണ്ട്. ഏ മനുഷ്യരെ, എന്താണ് നിങ്ങൾ ഇത്രയും ദുരന്ത കയത്തിൽ വരാനുള്ള കാരണം? നിങ്ങൾക്ക് പറയുന്ന ആളുകൾ വന്നില്ലേ? നിങ്ങൾക്ക് ഇതിനെ ബോധിപ്പിച്ചില്ലേ? മലക്കുകൾ വരെ ദയനീയമായി ചോദിക്കുന്ന ഒരു ജന്മം, ഒരു 50, 70, 80 കൊല്ലത്തിൽ ഒരു മനുഷ്യൻ സൂക്ഷ്മമായി ജീവിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ആ സ്വർഗം നഷ്ടപ്പെടുത്തി എന്നിട്ട് വലിയൊരു നരകത്തിലേക്ക് പോകുന്നതിന്റെ ഒരടയാളം ദയനീയമായതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ആ മലക്കുകൾ വരെ അതിൽ ചോദിക്കുന്നത്. കാരണം ഏറ്റവും വലിയ പ്രാധാന്യം എന്നത് മനുഷ്യരെ പരലോകത്ത് രക്ഷപ്പെടുത്തുക എന്നതാണ്. അതുകൊണ്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമല്ലാത്ത മനുഷ്യന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ അയാൾ പ്രവാചകനെ ആ ജനാസ കണ്ടപ്പോൾ കരഞ്ഞുപോയി. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്താണ് നിങ്ങൾക്ക് അറിയാനുള്ള കാരണങ്ങൾ എന്ന്. പ്രവാചകൻ പറഞ്ഞു സഹാബത്തിനോട്, ഒരു പ്രവാചകൻ ജീവിച്ചിരിക്കെ ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകുക എന്നത് അസഹ്യമാണ്, പ്രയാസമാണ് എന്ന ഒരു യാഥാർത്ഥ്യമാണ് അവിടെ കണ്ടിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഏറ്റവും വലിയ പ്രാധാന്യം ഒരു മനുഷ്യനൊരു പട്ടിണി കിടന്നാൽ നമ്മൾ സഹായിക്കേണ്ടതാണ്. ആ പട്ടിണിയിൽ നിന്നും, ദുരന്തത്തിൽ നിന്നും, വേദനയിൽ നിന്നും, അപകടത്തിൽ നിന്നൊക്കെ ആ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ ആ മരണം സ്വർഗത്തിലേക്കാണ് അവൻ പോകുന്നത്. അവന് പ്രയാസപ്പെടേണ്ടതില്ല. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ദുഃഖം വരേണ്ടതില്ലാത്ത, പ്രയാസമില്ലാത്ത ആ ഒരു ലോകത്തേക്കാണ് മനുഷ്യർ പോകുന്നത്. അവിടെയാണ് മനുഷ്യരെ സംരക്ഷിക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാന്മാരായ അമ്പിയാക്കന്മാര്, ലോകത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വങ്ങൾ അമ്പിയാക്കന്മാരാണ്. ആ അമ്പിയാക്കന്മാരെ കഴിഞ്ഞാല് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്താണ്. ഈ സഹാബത്തിലും പ്രവാചകന്മാർക്ക് ശ്രേഷ്ഠത ലഭിക്കാനുള്ള കാരണങ്ങൾ അവർ അല്ലാഹുവിന്റെ ദീനെ ദഅവത്ത് നടത്തി എന്നതാണ്, ദാഴികളായി എന്നതാണ്. കാരണം ഒരു ദാഴിയായിട്ട് ഒരാൾ എവിടെയും എത്തിപ്പെട്ടിട്ടില്ല എങ്കിൽ ഒരു ജനതയെയും അല്ലാഹു സൃഷ്ടിക്കുകയില്ല, ഒരു ജനതയെയും അല്ലാഹു സൃഷ്ടിക്കില്ല. ശിക്ഷയുടെ കാരണം ദഅവത്താണ്. ദഅവത്തുമായിട്ട് ഒരു ജനതയിലേക്ക്, ഒരു സമൂഹത്തിലോ ഒരാൾ ചെന്നിട്ടില്ല എങ്കിൽ ആ ജനതയെ അല്ലാഹു സൃഷ്ടിക്കുകയില്ല, അവരെ ആക്രമിക്കുകയില്ല, അവരെ അല്ലാഹു തആല ലോകത്ത് നിലനിർത്തുന്നതാണ്. ഫറോവയുടെ ചരിത്രം നമുക്കറിയാം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖസസിലെ ഫറോവ ചെയ്ത 3 മാരകമായ കുറ്റങ്ങളാണ് എടുത്തുദ്ധരിച്ചിട്ടുള്ളത്. അതിൽ ഒന്ന്, നിരപരാധികളായ കുട്ടികളെ കൊന്നു. യുദബ്ബിഹൂന അബ്നാഅഹും,
രീതിയിലുള്ള നിരപരാധികളായ പിഞ്ചു കുഞ്ഞുങ്ങളെ ഫറോവ കൊല്ലുകയുണ്ടായി. അതേപോലെ ജനങ്ങളിലൊക്കെ ഒരു വിഭാഗങ്ങളാക്കി വിട്ടു. ഇത് വിവിധ വിഭാഗങ്ങളായി കക്ഷികളായി ജനങ്ങളെ വിട്ടു. ഞാനാണ് ലോകത്തിന്റെ റബ്ബ് എന്ന് പ്രഖ്യാപിച്ചു. ഈ 3 മാരകമായ കുറ്റം ചെയ്തിട്ട് അല്ലാഹു തആല ഫറോവയെ ശിക്ഷിച്ചില്ല, ഫറോവയെ നശിപ്പിച്ചില്ല. ഈ ലോകത്ത് നിലനിർത്തി. എന്നിട്ടോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനെ പ്രബോധകനായി കൊണ്ടുവന്നു. ആ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇദ്ഹബാ ഇലാ ഫിറഔൻ, താങ്കൾ ഫിറഔനിലേക്ക് പോകണം, താങ്കളും സഹോദരൻ ഹാറൂനും പോകേണ്ടതുണ്ട്. ഫറോവയിലേക്ക് ചെന്നിട്ട് അല്ലാഹുവിന്റെ ദഅവത്ത് എത്തിച്ചു, ദീനിനെ പറഞ്ഞു. ആ ദഅവത്ത് എത്തിച്ച് ദീന് പറഞ്ഞ് സ്വീകരിക്കാതായപ്പോഴാണ് അല്ലാഹു തആല ഫറോവയെ കൊന്നിട്ടുള്ളത്, ഫറോവയെ നശിപ്പിച്ചിട്ടുള്ളത്. ദഅവത്ത് ലഭിക്കാത്ത ഒരു ജനത എത്ര വലിയ അതിക്രമകാരികളാണെങ്കിലും അല്ലാഹു തആല ഭൂമിയിൽ ശിക്ഷിക്കുകയില്ല. ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, എന്തൊരു അതിക്രമമാണ് ഈ ഭരണാധികാരികളൊക്കെ ചെയ്യുന്നത്, എന്ത് തോന്നിവാസമാണ് ചെയ്യുന്നത്. ഈ തോന്നിവാസം ചെയ്യുന്ന ആളുകളുടെ സന്നിധാനത്തിൽ ചെന്ന് അല്ലാഹുവിനെ പറ്റി പറഞ്ഞ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വങ്ങൾ പറഞ്ഞ്, ഇസ്ലാമിന്റെ ജീവിത ലക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുക്കാത്ത കാലത്തോളം ആ ജനതയെ അല്ലാഹു തആല നശിപ്പിക്കില്ല. നമ്മൾ എത്ര ദുആ ചെയ്തിട്ടും കാര്യമില്ല, എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. കാരണം ഒരു ദൗത്യമുണ്ട്, ഒരു ജനതയെ നശിപ്പിക്കാൻ അല്ലാഹുവിന്റെ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ എത്തിപ്പെടുമ്പോഴേ അല്ലാഹു നശിപ്പിക്കുകയുള്ളൂ. അതിൽ ഒന്ന് ദഅവത്തെത്തുക എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രവാചകന്മാരുടെ പ്രബോധനത്തിന്റെ ലക്ഷ്യങ്ങളായിട്ട്, മഹത്വങ്ങളായിട്ട്, ശ്രേഷ്ഠതയായിട്ട് ഈ ദഅവത്തിനെ പറഞ്ഞിട്ടുള്ളത്. പ്രവാചകന്മാരെ പ്രബോധകരായിട്ട് പറഞ്ഞിട്ടുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞു, യാ അയ്യുഹൻ നബിയു, ഏ പ്രവാചകനെ, ഇന്നാ അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ, താങ്കളെ ഞാൻ നിയോഗിച്ചിട്ടുള്ളത് സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടാണ്, താക്കീത് നൽകുന്നവനായിട്ടാണ്, വദാഇയൻ, പ്രബോധകനായിട്ടാണ്. വദാഇയൻ ഇലല്ലാഹ്, അതിലേക്കുള്ള പ്രബോധനമാണ്, അല്ലാഹുവിലേക്കുള്ള പ്രബോധകനായിട്ടാണ് നിയോഗിച്ചിട്ടുള്ളത്. ഇലല്ലാഹി വസിറാജ മുനീറ, കത്തിജ്വലിക്കുന്ന പ്രകാശമായിട്ട് മനുഷ്യർക്ക് മാർഗദർശനം നൽകുന്ന ഒരു റോൾ മോഡലായിട്ടാണ് അങ്ങയെ ഞാൻ നിയോഗിച്ചിട്ടുള്ളത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. എല്ലാ പ്രവാചകന്മാരും പ്രബോധകരാണ്, എല്ലാവരും പ്രബോധകരാണ്. ജീവിതം മുഴുവൻ രാപ്പകലില്ലാതെ, ബന്ധങ്ങൾ നോക്കാതെ, രാജ്യങ്ങൾ നോക്കാതെ, രാഷ്ട്രങ്ങൾ നോക്കാതെ എല്ലാവരും പ്രബോധനത്തിന്റെ പാതയിൽ അടിയുറച്ചു നിന്നവരാണ് എന്ന് നമുക്കറിയാം. നിങ്ങൾ നോക്കൂ, മഹാനായ റസൂലുള്ളാഹിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാനത്തെ പ്രഭാഷണം ലോക ചരിത്രങ്ങളിൽ ഇന്നും വെള്ളി വെളിച്ചം പോലെ നിലനിൽക്കുന്നതാണ്. പ്രവാചകൻ മജ്ജിദുൽ വിദാഇൽ വെച്ച് അല്ലാഹുവിന്റെ അവസാനത്തെ പ്രവാചകന്റെ ജീവിതത്തിൽ ലോകത്തിന് നൽകിയിട്ടുള്ള സന്ദേശങ്ങളിൽ പ്രവാചകൻ പറഞ്ഞു, ഹൽ ബല്ലഗ്തു, ഏത് ജനതയെ എനിക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടില്ലയോ? അല്ലാഹു മശ്ഹദ്, അതിന് അല്ലാഹു തന്നെയാണ് സാക്ഷ്യം എന്ന് പറഞ്ഞ് വല്യുബല്ലഗുൽ ഷാഹിദുൽ ഗായിബ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. നിങ്ങൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇത് കേട്ട സഹാബത്ത്, ലക്ഷത്തിലേറെ സഹാബികൾ എന്ന മക്കയിലുണ്ട്, മദീനയിലുണ്ട്. മക്കയിലും മദീനയിലും നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള പള്ളികളെക്കാൾ നമസ്കാരത്തിന്, ദിക്റുകൾക്ക്, സ്വലാത്തുകൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് ഏറെ പുണ്യമുള്ള പള്ളിയാണ്, പുണ്യമുള്ള സ്ഥലമാണ് മക്ക. മക്കയുടെ താഴെയായിട്ട് മദീനയും, ഈ 2 സ്ഥലങ്ങളും നമസ്കാരത്തിന് ശ്രേഷ്ഠതയുള്ള സ്ഥലമാണ്, ദിക്റുകൾക്ക് ശ്രേഷ്ഠതയുള്ള സ്ഥലമാണ്. പക്ഷേ ആ സഹാബത്ത് ആ നാട്ടിൽ ജീവിച്ചില്ല. ആ സഹാബത്തിൽ 90% പ്രവാചകന്റെ വഫാത്തിന് ശേഷം ആ നാട്ടിൽ ജീവിച്ചില്ല. ഇത്രയും പുണ്യമുള്ള, ഞങ്ങളുടെ കുടുംബങ്ങളുള്ള, ബന്ധുക്കളുള്ള, നാട്ടുകാരുള്ള, തങ്ങളുടെ സമ്പത്തും എല്ലാം ഇവിടെയാണ്. പക്ഷേ എന്താ ചെയ്യേണ്ടത്? അവിടെയല്ലേ ജീവിക്കേണ്ടത്? ഇല്ല. 90% സഹാബത്തും മക്ക വിട്ടുപോയി, മദീന വിട്ടുപോയി. ഇങ്ങോട്ട് ഏത് നാട്ടിലേക്കാണ്?
വളക്കൂറുള്ള ഏത് നാട്ടിലെ സമ്പത്തുള്ള നാട്ടിലേക്കാണോ, കൃഷിയുള്ള നാട്ടിലേക്കാണോ, വിഭവങ്ങളുള്ള നാട്ടിലേക്കാണോ? അല്ല. നാടവർക്കറിയില്ല. അവരെ ഒട്ടകപ്പുറത്ത് കയറി അവരെ ദിക്കേതാണെന്നറിയാതെ ഈ പ്രപഞ്ചത്തിന്റെ ഏതെങ്കിലും മുക്കുമൂലകളിൽ എവിടെയെങ്കിലും ഒരു മനുഷ്യനെ കണ്ടാൽ ആ മനുഷ്യരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് പറഞ്ഞു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇതുപോലെ മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു തന്റെ അവസാനത്തെ യജമാനന്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരു ഈത്തപ്പഴത്തിന്റെ മരത്തിന്റെ മുകളിൽ കയറി ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യാത്രാസംഘം കടന്നു പോകുന്നു. യജമാനൻ ചോദിച്ചു, മക്കയിലുള്ള വിശേഷങ്ങൾ എന്താണ് എന്ന്. ആ സമയങ്ങളിൽ പറഞ്ഞു, മക്കയിൽ ഒരു പ്രവാചകൻ മുഹമ്മദ് എന്നൊരു പ്രവാചകൻ വന്നിട്ടുണ്ട് എന്ന്. അത് കേൾക്കുന്നതും അബൂദർ ഗിഫാരി അറിയാതെ മരത്തിൽ നിന്ന് വീണുപോയി. ആ പാതിരാവിൽ തന്നെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹിയെ അന്വേഷിച്ച് മക്കയെ ലക്ഷ്യമിച്ചു. ആ മക്കയിൽ അതീവ രഹസ്യമായി ദാറുൽ അർഖമിലുള്ള പ്രവാചകനെ കണ്ടു. കലിമത്ത് ചൊല്ലി. ആ കലിമത്തിന്റെ ചൊല്ലിയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, യാ അബൂദർ ഗിഫാരി, ഇത് രഹസ്യമാക്കി വെക്കേണ്ടതുണ്ട്, താങ്കൾ പരസ്യമാക്കേണ്ടതില്ല എന്ന്. പക്ഷേ അദ്ദേഹത്തിന് സാധിച്ചില്ല. കഅബാലയത്തിന്റെ തിണ്ണയിൽ ചെന്നു. അദ്ദേഹം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് പ്രഖ്യാപിച്ചു. അത് രഹസ്യമാക്കാൻ കഴിയുന്നില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ അന്തരാളങ്ങളിൽ മുഴുകി. അതൊരു യാഥാർത്ഥ്യമാണെന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന് പിന്നീട് നിഷ്ക്രിയരാകാൻ കഴിഞ്ഞില്ല. പ്രതിബദ്ധതയുടെ രാഹിത്യത്തിൽ മുഴുകാൻ കഴിഞ്ഞില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദുമായിട്ട് അദ്ദേഹം പോയി. നാട് ദിക്കുകളിലേക്ക് പോയി. ആ ദിക്കുകളിലൊക്കെ മനുഷ്യർക്ക് ഇത് നൽകി. അത്രയേറെ പ്രചോദനത്തിന്റെ വാക്കുകളായത് മാറി. എന്നതുപോലെ സഹാബത്തിലേക്ക് അറിയാതെ പോയി. പായക്കപ്പലുകളിൽ പോയി. പലരും വഴിയിൽ സമുദ്രത്തിൽ വീണു മരണപ്പെട്ടു. പലരും വെള്ളം കിട്ടാതെ, ഭക്ഷണം കിട്ടാതെ ഒട്ടകപ്പുറത്ത് നിന്ന് നിലത്തേക്ക് വീണു. അവരെല്ലാം ഷഹീദായി. എവിടെയാണ് ഇത് പോയതെന്നറിയില്ല, എങ്ങോട്ടാണെന്നറിയില്ല. പല പല ദിക്കുകളിലേക്ക് അവർ ചെന്നു. ഒറ്റപ്പെട്ട് ആ നാടേതാണെന്നറിയില്ല, സമൂഹം ഏതാണെന്നറിയില്ല, അവിടെ ഞങ്ങളെ സഹായിക്കുമോ എന്നറിയില്ല, ഒന്നും അറിയില്ല. അവർക്കൊന്നു മാത്രം അറിയാം, ഞങ്ങളുടെ കയ്യിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അതെത്തിക്കേണ്ട ബാധ്യത എനിക്കാണ്. ആ മാർഗത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് സ്വർഗമുണ്ട്. ഈ യാഥാർത്ഥ്യം, ഈ ഹഖായ കലിമത്തുൽ ഹഖ്, ഈ ഹഖ് മറ്റുള്ള മനുഷ്യരിലേക്ക് എത്തിക്കുക എന്നത് അത് എന്റെ ബാധ്യതയാണ്. അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, അതെനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഒരു കലിമത്ത് ഈ ലോകത്ത് നിലനിൽക്കെ ഒരു മനുഷ്യൻ നരകത്തിൽ പോകാൻ പാടില്ല. അവർ സ്വർഗത്തിലേക്ക് പോകേണ്ടതുണ്ട് എന്നൊരൊറ്റ ബോധ്യമാണ് സഹാബത്തിന്. ആ സഹാബത്ത് പോയി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തി. പരിശുദ്ധ ഇസ്ലാമിന്റെ വെളിച്ചം, ഇസ്ലാമിന്റെ മൂന്നാമത്തെ ഭരണമായ അബ്ബാസിയാക്കളുടെ ഭരണമായപ്പോഴേക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇസ്ലാം എത്തി. എല്ലാ ഭാഗങ്ങളിലേക്കും ഇസ്ലാം എത്തി. ഇസ്ലാം അറിയാതെ സംഘമായി ലോകത്തേക്ക് വളർന്നു വരികയാണ്. യൂറോപ്പിന്റെ കവാടമായ സ്പെയിനിൽ പോലും ഇസ്ലാമിന്റെ ആ വെളിച്ചങ്ങൾ എത്തുകയുണ്ടായി. ആഫ്രിക്കയിൽ മുസ്ലിമിന്റെ നേതൃത്വത്തിന് ഞങ്ങൾക്ക് ഇസ്ലാമിനെ വേണം എന്ന് പറഞ്ഞ് കത്തെഴുതിയിട്ട് ഇസ്ലാമിനെ തേടി വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാ നാടുകളിലേക്കും ആളുകൾ എത്തിപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ഈ സഹാബത്ത് റസൂലുള്ളാഹിയുടെ വാക്ക് കേട്ടതുകൊണ്ടാണ്, പ്രവാചകന്റെ വാക്ക് കേട്ടതുകൊണ്ടാണ്, അത് ഹഖാണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അത് ഹഖാണെന്ന് ബോധ്യപ്പെടുമ്പോഴാണ് ലോകത്തിന്റെ ഭാഗങ്ങളിൽ ഇസ്ലാമത്തെ വലിയ വലിയ വ്യാപനങ്ങൾ നടന്നു. പേർഷ്യകള്, റോമുകളൊക്കെ തകർന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് മക്കയിൽ ഇസ്ലാമായി ജീവിക്കാൻ പ്രയാസമായി, മദീനയിൽ ഇസ്ലാം അല്ലാതെ ജീവിക്കാൻ പ്രയാസമായതുപോലെ മക്കയിൽ ഇസ്ലാമായി ജീവിക്കാൻ പ്രയാസമായതുകൊണ്ട് പ്രവാചകനും സഹാബത്തും മദീനയിൽ പോയി. മദീനയിലേക്ക് ഇസ്ലാം വന്നപ്പോഴേ ഇസ്ലാം അല്ലാതെ ജീവിക്കാൻ പ്രയാസമായി. അത്രയേറെ നല്ല മനുഷ്യര്, അത്രയേറെ ഗുണകാംക്ഷമുള്ള നാട്. അവസാനത്തെ ജൂതൻ പോലും മുസ്ലിങ്ങളുടെ സ്വഭാവം കണ്ട് നേരെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അതേപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിലേക്ക് എത്തുകയുണ്ടായി. ഇതാ നാടുകളിൽ മാത്രമല്ല, സമകാലിക സാഹചര്യങ്ങൾ പരിശോധിക്കുക. സമകാലിക സാഹചര്യങ്ങൾ നിങ്ങൾ സൈറ്റ് എടുത്ത് പരിശോധിക്കുക.
പരിശോധിച്ചു നോക്കൂ. അബ്ദുറഹ്മാൻ ഇബ്നു സുമൈസി എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ ഇന്ന് 40 കൊല്ലമായി ആഫ്രിക്കയിൽ ദഅവത്ത് നടത്തുന്നു. ആഫ്രിക്കയുടെ ഭൂഖണ്ഡങ്ങളിൽ നല്ലൊരു ശതമാനവും ക്രൈസ്തവ സുവിശേഷകന്മാരുടെ കൈപ്പിടിയിലാണ്. കാരണം നമ്മുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലൊക്കെയുള്ള ക്രൈസ്തവ സുവിശേഷകന്മാർ അവരുടെ നാഴികൾ വിടുന്നത് ആഫ്രിക്കയുടെ അതേപോലെ മുസ്ലിം പിന്നോക്കമുള്ള പട്ടിണി രാജ്യങ്ങളായ ഓരോ രാജ്യങ്ങളിലേക്കാണ്. ആ രാജ്യങ്ങളിലൊക്കെ തന്നെ അവരെ ഭക്ഷണം കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, ആളുകൾക്ക് സഹായം ചെയ്യുന്നത് പോലെ അവരുടെ മതവും കൊടുക്കുന്നു. അങ്ങനെ വലിയ വലിയ മാറ്റങ്ങളുള്ള നാടുകൾ ഉണ്ടായിരുന്നു. അവിടേക്ക് പിന്നെ ഇസ്ലാം കടന്നു പോകുന്നു. ഇസ്ലാമിന്റെ പണ്ഡിതന്മാര് ചെന്നു. ഇന്ന് ആഫ്രിക്കയിൽ അബ്ദുറഹ്മാൻ ഇബ്നു സുമൈസി എന്ന് പറയുന്ന ഒരു വ്യക്തി 40 കൊല്ലമായി വലിയ വലിയ രംഗങ്ങളിൽ ഇസ്ലാമിക ദഅവത്ത് നടത്തുന്നു. നിങ്ങൾ സൈറ്റിൽ പരിശോധിച്ച് നോക്കൂ, എന്തൊരു വ്യാപനമാണ്. ആളുകൾ അങ്ങനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു അർത്ഥവും മടിയുമില്ല. ഈ ഒരു ഹക്ക് മനുഷ്യരോട് പറയാൻ ആരെയും ഭയമില്ല. അല്ലാഹുവിന്റെ പ്രപഞ്ചമാണ്, അല്ലാഹു സൃഷ്ടിച്ച മനുഷ്യരാണ്, അല്ലാഹുവിന്റെ ദീനാണ്. ഒരാളോടും മടിയില്ല. മനുഷ്യത്വപരമായി ജീവിക്കണം, നല്ലവരായി ജീവിക്കണം, അയൽക്കാരനെ സഹായിക്കണം, സൃഷ്ടാവ് ഏകനാണ്, ഏകനെ മാത്രം ആരാധിക്കണം. ഇത് മനുഷ്യർക്ക് ആവശ്യമുള്ള ഒരു പ്രഖ്യാപനമാണ്. ആ രീതിയിൽ ലോകത്ത് മാറ്റങ്ങളുണ്ട്. ആ രീതിയിൽ പല ആളുകൾ മാറുന്നുണ്ട്. ഇവിടെ റഷ്യയുടെ തലസ്ഥാനമായ മോസ്കോയിൽ അവിടെ വലിയൊരു ഇസ്ലാമിക സെന്റർ ഉണ്ട്. ആ സെന്ററെ കൈകാര്യം ചെയ്യുന്നത് ഫാത്തിമ ബോറോഫ് എന്ന് പറയുന്ന വലിയൊരു മഹദിയാണ്. ആ മഹദി ഇസ്ലാമിൽ കടന്നു വന്ന ചരിത്രങ്ങൾ പറയുകയുണ്ടായി. ഒരു ദിവസം അവരുടെ നാട്ടിൽ നിന്ന് ഇറാനിലേക്ക് വന്നതാണ്. ഇറാനിൽ നിന്ന് ദുബൈയിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് തന്റെ പ്ലെയിനിൽ തന്റെ സീറ്റിന്റെ തൊട്ടടുത്ത് പറത തിരിച്ചിട്ടുള്ള ഒരു മുസ്ലിം സഹോദരി ഇരിക്കുന്നത്. അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് മതക്കാരാണ്, ഏത് വിഭാഗമാണ്, എന്താണ് നിങ്ങളുടെ വസ്ത്രം ഇങ്ങനെ? അവര് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു മുസ്ലിമാണ്. ഇസ്ലാമോ? എന്താണത്? ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഞങ്ങളുടെ നാട്ടിലെ അങ്ങനെ ഒരു മതവുമില്ല. ഞങ്ങളുടെ നാട്ടിൽ മതമില്ലാത്ത രാജ്യമാണ്. ശരി, ഞാനിതാ ഇങ്ങനെ വിശുദ്ധ ഖുർആനാണ് ഞങ്ങൾ പിൻപറ്റുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നൊരു പ്രവാചകനാണ് അത് കൊണ്ടുവന്നിട്ടുള്ളത്. ആ പ്രവാചകനെയാണ് ഞങ്ങൾ അനുധാവനം ചെയ്യുന്നത്. അതവരോട് പറഞ്ഞു. അവർക്ക് വലിയ താല്പര്യമായി. ഏതാണ് ആ മതം, ഏതാണ് ആ പ്രവാചകൻ? 14 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു മനുഷ്യനെ ഇന്നും എന്റെ അയൽക്കരിക്കുന്ന ഒരു പെണ്ണ് ഓർക്കുകയും ആ പ്രവാചകൻ പറഞ്ഞ ഒരാചാരം വസ്ത്രധാരണത്തിൽ സ്വീകരിക്കുകയും ചെയ്യുന്ന ഇത്രയേറെ സ്വാധീനമുള്ള ഒരു വ്യക്തിത്വമാരാണ് എന്നവർ പഠിക്കണമെന്ന് ആഗ്രഹിച്ചു. ആ പെണ്ണ് ഉപയോഗിച്ചു. ആദ്യമായി ആവശ്യപ്പെട്ട ഖുർആൻ പരിഭാഷയാണ്. അല്ലാമ യൂസുഫ് അലിയുടെ ഖുർആൻ പരിഭാഷ നൽകി അവർക്ക് ലഭിക്കുകയുണ്ടായി. അതവര് പഠിച്ചു. അവരുടെ നാട്ടിൽ പോയി. 4ാമത്തെ മാസത്തിൽ അവര് മക്കയിൽ വന്നു. കഅബയിൽ ചെന്ന് അവർ ഉംറ നിർവഹിക്കാനാണ് വന്നിട്ടുള്ളത്. ആ ഖുർആൻ പരിഭാഷ വായിച്ചു. അങ്ങനെ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കി. ലോകത്ത് അവര് പറഞ്ഞു, ചാൾസ് ചക്രവർത്തിയുടെ പേരക്കുട്ടിയായിരുന്നു അവര്. ഈ വിശുദ്ധ ഖുർആനെ കമ്മ്യൂണിസം എന്ന പ്രത്യയശാസ്ത്ര നാട്ടിൽ പ്രചരിക്കുന്നതിന് മുമ്പ് മനുഷ്യർക്ക് ഖുർആനിന്റെ മാർഗദർശനം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കമ്മ്യൂണിസം എന്ന പ്രസ്ഥാനം ഈ നാട്ടിലുണ്ടാകില്ലായിരുന്നു. ഇസ്ലാമാകുമായിരുന്നു ഈ നാട്ടിൽ നിന്ന് അവരെ പ്രഖ്യാപിച്ചിട്ട് ലോകത്തെ ഇന്ന് ഏറ്റവും നല്ലൊരു ഇസ്ലാമിക സെന്ററിന്റെ പ്രവർത്തകയായിട്ട് ഇന്ന് ഇസ്ലാമിനെ ലോകത്ത് ദഅവത്ത് നടത്തുന്ന ഏറ്റവും വലിയൊരു വനിതയായി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം സ്വീകരിക്കുന്നുണ്ട്. യൂറോപ്പിൽ നിങ്ങൾ നോക്കൂ. യൂറോപ്പിന്റെ മണ്ണുകളിലൊക്കെ രാപ്പകലില്ലാതെ പുസ്തകങ്ങൾ നൽകുന്നു, ഖുർആനിലെ പരിഭാഷ നൽകുന്നു, ആളുകൾ വായിക്കുന്നു, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. ഇന്ന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ് യൂറോപ്പ് അനുഭവിക്കുന്നത്? ഇസ്ലാമിനെ തനതായ രൂപത്തിൽ പഠിപ്പിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരില്ല എന്നതാണ്. ഇസ്ലാമിനെ പഠിപ്പിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാരില്ല. ഇസ്ലാമിനെ ദഅവത്ത് നടത്താൻ ആധുനിക രീതിശാസ്ത്രം അനുസരിച്ചുകൊണ്ട്, മനഃശാസ്ത്രം അനുസരിച്ചുകൊണ്ട് ഇസ്ലാമിനെ പ്രബോധന കർമ്മം നിർവഹിക്കാൻ പറ്റുന്ന ആളുകളില്ല. നമ്മുടെ നാടിനെ പോലെ തന്നെ വലിയ വലിയ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ ആധുനിക മനഃശാസ്ത്രത്തിനോ ആധുനിക ടേംസ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ സമന്വയിപ്പിച്ച് പറയാൻ സാധിക്കുന്നില്ല. എന്നാൽ ശാസ്ത്രം പഠിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ദഅവത്തിനകത്ത്. ഭൗതികത പഠിച്ച ആളുകളുണ്ട്. അവർക്ക് ഇസ്ലാമിനെയും അറബി ഭാഷയിലൂടെ ഖുർആനിനെയും ഹദീസിനെയും കൈകാര്യം
ചെയ്ത് പഠിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇത് രണ്ടും പ്രയാസമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അൽഹംദുലില്ലാഹ് അതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ. ഇന്ന് അത്രയേറെ സ്വാധീനം ലോകത്തുണ്ട്. ചൈനയിൽ നോക്കും നിങ്ങൾ, ചൈനയിലേക്ക് പോയ ഒരുപാട് പണ്ഡിതന്മാര് അവിടെ നിന്നുള്ള പഠനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈജിപ്ഷ്യൻ പത്രാധിപരായ ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് 10 കോടിയിലേറെ മുസ്ലിമുകൾ ചൈനയിലുണ്ടത്രേ. 10 കോടിയിലേറെ. ഈയിടെയാണ് റാബിത്തത്തുൽ നേതൃത്വത്തിൽ സൗദി ഗവൺമെന്റ് നേതൃത്വത്തിലോ ചൈനീസ് ഭാഷയിൽ ഖുർആൻ പരിഭാഷ ചൈനയിൽ വിതരണം തുടങ്ങിയിട്ടുള്ളത്. കാരണം മുസ്ലിം രാജ്യങ്ങളുമായി ബിസിനസ് ബന്ധങ്ങൾ നടത്തിയപ്പോഴേ ആ ബന്ധങ്ങൾ ഇസ്ലാമിക ദഅവത്തിന് ഉപകരിച്ചു. കച്ചവടം ദഅവത്തിന് വലിയൊരു ഉപകരണമാണ്. കച്ചവടം ലോകത്ത് ഏറ്റവും കൂടുതൽ ഇസ്ലാം പ്രോത്സാഹനം നൽകിയത് കച്ചവടത്തിനാണ്. അമ്പിയാക്കന്മാര് കച്ചവടം ചെയ്തിട്ടുണ്ട്. കച്ചവടത്തിലാണ് ഏറ്റവും ബർക്കത്തുള്ളത്. ആ കച്ചവടത്തിന്റെ പതിലുകളാണ് ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളത്. കച്ചവടവുമായി ബന്ധപ്പെട്ടാണ് ദഅവത്തിനെ തന്നെ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദല്ലുകും അലാ തിജാറ. ഏ വിശ്വാസികളെ, നിങ്ങൾക്കൊരു കച്ചവടത്തെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടെയോ? ഞാൻ പറഞ്ഞു തരാം. കച്ചവടത്തിനെ പറ്റി പറഞ്ഞു തരാം. കാരണം ബിസിനസ് എന്നത് ആളുകൾക്ക് പെട്ടെന്ന് ഓടും. കാരണം ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്, പഠനം നടക്കുന്നത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു ഓൺലൈൻ ബിസിനസിന്റെ ഓരോ സ്ട്രാറ്റജിക്കൽ ടേബുകൾ, പഠനങ്ങൾ, ബിസിനസ് ട്രെയിനിങ്ങുകൾ, പഠനരംഗത്ത് ബിസിനസ് മേഖലകളിലൊക്കെ ബിസിനസ്സായിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ബിസിനസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഖുർആൻ പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു കച്ചവടത്തെ പറ്റി ഞാൻ പറഞ്ഞു തരാം. അല്ലാഹുവിനെയും റസൂലിനെയും നിങ്ങൾ വിശ്വസിക്കുക. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ ജിഹാദ് ചെയ്യുക, ധർമ്മസമരം ചെയ്യുക. നിങ്ങളുടെ സമ്പത്ത് കൊണ്ട്, നിങ്ങളുടെ ശരീരം കൊണ്ട്, അത് നിങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ്. അതാണ് നിങ്ങൾക്ക് ശ്രേഷ്ഠതയുള്ളത്, പതിനുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ കച്ചവടമാണ് ഇസ്ലാം പറയുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഏത് കച്ചവടമാണെങ്കിലും, ഏത് കമ്പനിയാണെങ്കിലും നൽകപ്പെടുന്ന പ്രൊഡക്റ്റ് എത്ര നല്ലതാണെങ്കിലും മാർക്കറ്റിംഗ് ലഭിക്കുകയില്ല. മാർക്കറ്റിംഗ് ലഭിക്കുന്നത് പ്രൊഡക്റ്റ് എത്ര മോശപ്പെട്ടതാണെങ്കിലും സെയിൽസ്മാന്റെ ക്വാളിറ്റി അനുസരിച്ചുകൊണ്ടാണ് പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിംഗ് ലഭിക്കുന്നത്. ഒരു സെയിൽസ്മാൻ ഏറ്റവും നല്ലൊരു സെയിൽസ്മാൻ ആണെങ്കിൽ മാർക്കറ്റിംഗ് ലഭിക്കാൻ സാധ്യതയുള്ള നാടിനെ അയാൾ അന്വേഷിക്കും. ആ പ്രൊഡക്റ്റ് ഈ നാട്ടിൽ എങ്ങനെ വിറ്റഴിക്കാം, ആ പ്രൊഡക്റ്റിനെ ഈ നാട്ടിൽ എങ്ങനെ ആളുകളുണ്ടാക്കാം, അതിന് പറ്റുന്ന അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കും. കാരണം അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഇന്ന് വലിയൊരു മതമാണ്. അഡ്വർടൈസ്മെന്റ് ഈസ് ഇൻ ദ റിലീജിയൻ ഓഫ് ക്യാപിറ്റലിസം. മുതലാളിത്തത്തിന്റെ മതമാണ് അഡ്വർടൈസ്മെന്റ്. പരസ്യം എന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രൊഡക്റ്റ് വിറ്റഴിക്കാനുള്ള ഒരു തന്ത്രമാണ്. ആ പരസ്യങ്ങളിൽ ഏറ്റവും വലുത് ബ്രാൻഡ് ചെയ്യപ്പെടുന്ന പരസ്യങ്ങളാണ്. എങ്ങനെ ബ്രാൻഡ് ചെയ്യപ്പെടുക? ഒരു ചെറിയ വളർന്നു വരുന്ന ഒരു കുട്ടി, ആ കുട്ടിയിലേക്ക് പ്രൊഡക്റ്റ് എങ്ങനെ ആ കുട്ടിയുടെ മൈൻഡ് മാപ്പിൽ പ്രൊഡക്റ്റ് എങ്ങനെ എത്തിപ്പെടണമെന്ന് ആലോചിക്കുക. ആ കുട്ടി 10 കൊല്ലം കഴിയുമ്പോഴേ അത് വാങ്ങുള്ളൂ. പക്ഷേ ഇന്നേ പ്രൊഡക്റ്റിന്റെ മൈൻഡ് മാപ്പിൽ അത് ഒത്തുവെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാ അഡ്വർടൈസ്മെന്റ് കമ്പനികളും ന്യൂറോളജിസ്റ്റുകളെയും സൈക്കോളജിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അഡ്വർടൈസ്മെന്റ് കമ്പനിയിലാണ്. ഏറ്റവും നല്ല ന്യൂറോളജിസ്റ്റുകളെ എടുക്കുന്ന അഡ്വർടൈസ്മെന്റ് കമ്പനിയാണ്. സൈക്കോളജികൾ എടുക്കുന്ന അഡ്വർടൈസ്മെന്റ് കമ്പനിയാണ്. എന്റേത് കണ്ണൂർ പട്ടണത്തിലുള്ള മുസ്ലിങ്ങളുടെ സൈക്കോളജി അറിയണം. അവിടെ ഒരു പ്രൊഡക്റ്റ് ഇന്ന് മാർക്കറ്റ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലുള്ള ആളുകളെ പറ്റി അറിയണം, അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു സൈക്കോളജി അറിഞ്ഞെങ്കിലേ ആ നാട്ടിലെ ഒരു പ്രൊഡക്റ്റിന് മാർക്കറ്റ് കിട്ടുകയുള്ളൂ. അതിന് സൈക്കോളജിസ്റ്റ് നിർദ്ദേശിക്കുന്നു, അതനുസരിച്ച് പരസ്യങ്ങൾ ക്രിയേഷൻ ചെയ്യുന്നു, ആ പരസ്യങ്ങൾ ആളുകൾ കൊടുക്കുന്നു. അതിലൂടെ ആളുകളുടെ, കുട്ടികളുടെ മൈൻഡിൽ ഒരു പക്ഷേ ഇന്ന വസ്തുക്കൾ ബ്രാൻഡ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ആ കുട്ടികളുമായി മാർക്കറ്റിൽ ചെല്ലുന്നു. ആ കുട്ടികൾ അറിയാതെ നമ്മളോട് പറയും, എനിക്ക് വേണ്ടത് ഇന്ന മാഗിയാണ്, എനിക്ക് വേണ്ടത് ഇന്ന മിഠായിയാണ്.
എനിക്ക് വേണ്ടത് ഇന്ന ബാഗാണ്, എനിക്ക് വേണ്ടത് ഇന്ന കുടയാണ്. അതിന്റെ ക്വാളിറ്റി ഒന്നും കുട്ടിക്കറിയില്ല. അത് നല്ലതാണോ ചീത്തയാണോ, ശരീരത്തിന് പറ്റുന്നതാണോ എന്നെ ഒന്നും അറിയില്ല. ഒന്നറിയാം, അവന്റെ മൈൻഡ് മാപ്പില് അവന് 8 വയസ്സുള്ള സമയത്ത് അല്ലെങ്കിൽ 3 വയസ്സുള്ള സമയത്ത് അവന്റെ മൈൻഡിൽ ആ വസ്തുവിന്റെ ചിത്രം ബ്രാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ബ്രാൻഡ് ചെയ്യപ്പെടുന്ന തന്ത്രങ്ങൾ ബിസിനസ് രംഗത്താണ്. ഈ തന്ത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു സെയിൽസ്മാന് വേണ്ടത്. ആ സെയിൽസ്മാൻ ഒരു ദാഴിയുടെ ഏറ്റവും വലിയ ഗുണം, ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയുള്ള ദാഴിയാകുക എന്നതാണ്. ഇനി ഇവിടെയും നമുക്ക് പ്രശ്നമാണ്. നല്ല ഒരു പ്രൊഡക്റ്റിനെ, ഇസ്ലാം എന്ന ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഈ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന സെയിൽസ്മാൻമാരെ കിട്ടുന്നില്ല. സെയിൽസ്മാൻമാർ ക്വാളിറ്റി ഇല്ലാത്തവരായി മാറി. ക്വാളിറ്റി ഇല്ലാത്തവരായി മാറിയപ്പോൾ ഈ പ്രൊഡക്റ്റിന് തന്നെ ക്വാളിറ്റി ഇല്ലാതെയായി. പ്രൊഡക്റ്റിന് ക്വാളിറ്റി ഇല്ലാതെയായി. മോശപ്പെട്ട പ്രൊഡക്റ്റ് ആണെങ്കിൽ സെയിൽസ്മാൻമാർ നന്നായാൽ അത് മാർക്കറ്റിംഗ് കിട്ടും. എന്നാൽ ഏറ്റവും നല്ല ഇസ്ലാം, ആ ഇസ്ലാമിനെ ആദ്യകാലത്തെ സ്വഹാബത്തെ ഏറ്റവും നല്ല സെയിൽസ്മാൻമാരായിരുന്നു. അവരുടെ ജീവിതം കണ്ട്, അവരുടെ സ്വഭാവങ്ങൾ കണ്ട്, അവരുടെ ഗുണങ്ങൾ കണ്ട് ആളുകൾ ഇസ്ലാമിനെ സ്വീകരിക്കുകയുണ്ടായി. ആ ക്വാളിറ്റിയാണ് പ്രിയപ്പെട്ടവരെ ദായികൾക്ക് പ്രധാനമായിട്ട് വേണ്ടത്. പ്രവാചകരോട് പറഞ്ഞു, പ്രവാചകൻ ജനങ്ങൾക്ക് സാക്ഷിയാണ്. പ്രവാചകൻ നിങ്ങൾക്ക് സാക്ഷിയാണ്, നിങ്ങൾ ജനങ്ങൾക്ക് സാക്ഷിയാണ്. ജനങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ട് സാക്ഷിയായിക്കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന ആളായിട്ടാണ് പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സെയിൽസ്മാൻമാരുണ്ടായാൽ പ്രിയപ്പെട്ടവരെ ലോകത്ത് ഇസ്ലാമിന് ഇന്നും സാധ്യതയുണ്ട്. ലോകത്ത് ഇന്നും ഇസ്ലാം സ്വീകരിക്കും ആളുകൾക്ക് ആവശ്യമുണ്ട്. ഞാനൊരു അനുഭവം പറയട്ടെ. ഞാൻ കുറച്ചു കാലത്ത് സൗദി അറേബ്യയില് ഒരു കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. ആ ജോലിയുടെ സമയത്ത് നമ്മുടെ ഇസ്ലാമിക് സെന്ററിന്റെ കീഴിൽ ഒരു ഉംറ നിർവഹിക്കാൻ ആളുകളെ കൊണ്ടുപോകുന്ന പരിപാടി. അങ്ങനെ ഉംറ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരസ്യം നൽകി. പരസ്യം നമ്മൾ ഇങ്ങനെ നൽകുന്ന സമയത്ത് നമ്മളെ കമ്പനിയിൽ അറിയുന്ന ഒരുപാട് ആളുകളുടെ അഡ്രസ്സിലേക്ക് പോയപ്പോൾ ദുബൈയിൽ നിന്ന് ഒരു സഹോദരൻ വിളിച്ചൊരു ക്രൈസ്തവ സഹോദരൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്തൊരു ഓദിവാസാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഉംറക്ക് പോകുന്ന ആനുകൂല്യങ്ങളും പോകാനുള്ള സൗകര്യങ്ങളൊക്കെ വെച്ചിട്ട് എനിക്ക് നിങ്ങൾ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നു. നിങ്ങളാണെങ്കിൽ കഅബയിലേക്ക് മുസ്ലിങ്ങളെ പ്രവേശിപ്പിക്കില്ല. അപ്പൊ അമുസ്ലിങ്ങൾക്ക് പ്രവേശനമില്ലാത്തൊരു സ്ഥലത്തേക്ക് എന്നെ ക്ഷണിക്കുക എന്നത് എന്നെ അപമാനിക്കുന്നതിന്റെ തുല്യമാണല്ലോ എന്ന്. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തു, ഹറമിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്. ആ പ്രവേശിക്കാൻ ചില മാനദണ്ഡങ്ങളാണ്. നമ്മുടെ നാട്ടിലുള്ളതുപോലെ എല്ലാവർക്കും എല്ലാ നാട്ടിലും പ്രവേശിക്കാൻ കഴിയില്ല. നമ്മുടെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് സാധാരണക്കാരന് പോകാൻ കഴിയില്ല. എന്നാൽ പോകാൻ കഴിയും. അയാൾ MP ആകണം, അല്ലെങ്കിൽ MP-യുടെ ബന്ധുക്കളാകണം, അല്ലെങ്കിൽ ഇന്ന ആളുകൾ അനുവാദങ്ങൾ ഉണ്ടാകണം. അനുവാദം തന്നെ അയാൾക്ക് പോകാം. പോകുന്നതിന് വിരോധമൊന്നുമില്ല. അപ്പോ അനുവാദം ഇന്ന ഒരു നിബന്ധനയുണ്ട് എന്നുള്ളൂ. ഇന്നപോലെ കാകാലികത്തിൽ ഏത് മനുഷ്യർക്കും പോകാം, മക്കയിൽ പ്രവേശിക്കാം. ഒരൊറ്റ നിബന്ധനയുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി ഞാൻ ഏകനായ ദൈവത്തിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ എന്നയാൾ വിശ്വാസം സ്വീകരിക്കണം. ആ വിശ്വാസം സ്വീകരിച്ചാൽ അയാൾക്ക് പ്രവേശിക്കാം എന്ന്. ആ മറുപടിയിൽ നിന്ന് വീണ്ടും മറുപടി വന്നു. അങ്ങനെ വീണ്ടും എഴുതി, വീണ്ടും മറുപടി വന്നു. അവസാനം പറഞ്ഞു 3-ാമത്തെ മാസം. പിന്നീട് 2 മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ ഉമ്മനായ മക്കൾ സാഹിബിന്റെ കുറെ പുസ്തകങ്ങൾ അയച്ചു കൊടുത്തു. അയാൾ വായിക്കാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോഴേക്ക് മാറ്റം വന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ അയാൾ മുസ്ലിമായി. 7-ാമത്തെ മാസം അയാൾ കഅബാലയത്തിൽ വന്നു ഉംറ നിർവഹിക്കുകയുണ്ടായി. കാരണം അയാൾക്ക് ബോധ്യപ്പെട്ടു. ഈ ബോധ്യപ്പെടുത്തുക എന്ന ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ മുജാഹിദ് പാലക്കാട് നടന്നൊരു സമ്മേളനമുണ്ട്, മുജാഹിദ് സമ്മേളനം. ആ സമ്മേളനത്തിൽ ആലപ്പുഴ ജില്ലയിലെ സമ്മേളന പ്രചരണത്തിന്റെ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് പ്രസംഗം നടക്കുന്നതിനിടയിൽ നമ്മുടെ പ്രവർത്തകന്മാർ നോട്ടീസ് വിതരണം ചെയ്തു. ആ നോട്ടീസ് ആ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്ന ഒരു 62-കാരനായ ഒരു പ്രായമുള്ള മനുഷ്യന്റെ കയ്യിലും ഒന്ന് കൊടുത്തു. അയാൾ അത് വായിച്ചു. അയാൾ അങ്ങനെ വായിച്ചു. വാഹന പ്രസംഗം കഴിഞ്ഞാൽ ഇങ്ങനെ കടന്നുപോയി. ഈ നോട്ടീസിൽ എന്ന്
വായിച്ചിട്ട് പറഞ്ഞു, ദൈവമേ, ഇങ്ങനെ മാതാപിതാക്കളോട് നിങ്ങൾ നന്മയോട് വർത്തിക്കണം എന്ന് പറയുന്ന ഒരു വേദഗ്രന്ഥമോ, ഇങ്ങനെ ഒരു വേദഗ്രന്ഥമുണ്ടോ? വികാര നിർഭയരായിക്കൊണ്ട് ആ വേദഗ്രന്ഥം അദ്ദേഹം അന്വേഷിച്ചു. കാരണം അദ്ദേഹം വേദനയോടും ദുഃഖത്തോടും പ്രയാസത്തോടും നിൽക്കുന്നത് 4 മക്കളെ കഠിനാധ്വാനം ചെയ്ത് വളർത്തി പോറ്റിയിട്ട് ആ 4 മക്കൾ പുറംകാല് കൊണ്ട് തട്ടി മാറ്റി ബസ് സ്റ്റാൻഡിൽ കിടക്കേണ്ട ഒരവസ്ഥ വരുമ്പോൾ ഒരു ഈ വേദഗ്രന്ഥത്തിന്റെ അനുയായികളാണ് എന്റെ മക്കളെങ്കിൽ എന്നെ തട്ടില്ലായിരുന്നല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ച് അതിന്റെ ആളുകളെ അന്വേഷിച്ച് ആ മതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു പോയത് എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഇതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ഇതാണ് ഇസ്ലാമിന്റെ ധർമ്മത്തിന്റെ പ്രാധാന്യം. പ്രിയപ്പെട്ടവരെ, ഈ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളുക എന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്. മനുഷ്യരെ ദുനിയാവിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട്. ഇവിടെ നിന്നൊരു മനുഷ്യന് തല സംരക്ഷിക്കാനും ഉടല് സംരക്ഷിക്കാനും എല്ലാ നിലക്കും സംരക്ഷിക്കാനുമുണ്ട്. അവരൊന്നും തന്നെ നാളെ ആഖിറത്തിൽ പരലോകത്ത് അമ്പിയാക്കന്മാരെ നിർവഹിച്ച ഈ മഹത്തായ തൗഹീദിന്റെ ലക്ഷ്യം, ആ മഹത്തായ ദഅവത്തിന്റെ ലക്ഷ്യം നിർവഹിക്കുന്ന ആളുകളുടെ പരിമിതിയാണ് നമ്മൾ കാണുന്നത്. ആ ലക്ഷ്യം മരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ നോക്കൂ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം മരണാസന്നമായി കിടക്കുമ്പോൾ അമ്പിയാക്കന്മാർ ഉൾപ്പെടുന്ന മക്കളോട് പറയുന്നു, അം കുന്തും ശുഹദാ ഇദ ഹദറ യാക്കൂബൽ മൗത്ത് ഇദ ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. എന്റെ പൊന്നുമക്കളെ, എന്റെ പൊന്നോമനകളെ, ഞാൻ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ ആരെയാണ് ആരാധിക്കുക? ആ മക്കൾ ഉത്തരം നൽകുന്നു, ഖാലൂ നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ് വ നഹ്നു ലഹു മുസ്ലിമൂൻ. ബാപ്പയോട് ഉത്തരം നൽകി, ബാപ്പ, ഖാലൂ നഅബുദു ഇലാഹക, ഞങ്ങൾ അങ്ങയുടെ ഇലാഹിനെയാണ് ആരാധിക്കുക. അങ്ങയുടെ പിതാവായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ, ഇസ്ഹാഖ് അലൈഹിസ്സലാമിന്റെ ഇലാഹൻ വാഹിദ്, ആ ഏകനായ ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങളെല്ലാവരും അനുസരണമുള്ളവരാണ്, അല്ലാഹുവിനെ കീഴടങ്ങിയവരാണ് എന്നൊരു മരണത്തിന്റെ സമയത്ത് പോലും ഒരു പ്രവാചകന്റെ ഹൃദയാന്തരാളത്തിൽ നിന്ന് അദമ്യമായ ആഗ്രഹത്തിന്റെ പ്രതിഫലനങ്ങൾ ദാനത്തുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതൊരു ചെറിയ കാര്യമായി നമ്മൾ പരിഗണിക്കേണ്ടതില്ല. ഇതേതെങ്കിലും ഒരു മതം പഠിച്ച് അറബി കോളേജിൽ നിന്ന് വന്ന് എന്തെങ്കിലും ഒരു നാമം എടുത്ത് അങ്ങനെയുള്ള ഒരു സുല്ലമിക്കോ സലായിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പേരുള്ളവർക്കുള്ളതല്ല. ഇത് ഓരോ മുസ്ലിമിനും ഉള്ളതാണ്. ഖൈറുൽ ഉമ്മത്തി എന്ന നാമകരണത്തിന് വിധേയമായ എല്ലാവർക്കും വൽതകും മിൻകും ഉമ്മത്തി യദഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്ന് നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന വിഭാഗങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചവരാണ്. ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഓരോ മനുഷ്യന്റെയും ബാധ്യതയാണ്. നമ്മുടെ നാട്ടിലൊക്കെ വലിയ മതസംഘടനകളുണ്ട്, വലിയ പണ്ഡിതന്മാരുണ്ട്. അവരടിസ്ഥാനമായി എഴുതി വെച്ചത് എന്താണെന്ന് അറിയുമോ? നമുക്ക് ദഅവത്തിന്റെ ബാധ്യതയില്ല എന്നതാണ്. ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്തെ ദഅവത്ത് നടത്തേണ്ടതുള്ളൂ. ഇസ്ലാമിക ഭരണമില്ലാത്ത നാട്ടിൽ ഒരു അമുസ്ലിമിനോട് നമ്മൾ ദഅവത്ത് നടത്തേണ്ടതില്ല എന്നതാണ് പല മതസംഘടനകളുടെ അജണ്ടയിൽ തന്നെ പെട്ടത്. പാടില്ല എന്ന ഫറോവയുടെ ഭാര്യ ദഅവത്ത് നടത്തിയത് ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലല്ല. യൂസുഫ് നബി അലൈഹിസ്സലാം ദഅവത്ത് നടത്തിയത് ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാല ദഅവത്ത് നടത്തിയ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലല്ല. ഇസ്ലാമിന്റെ ഭരണമുണ്ടോ ഇല്ലേ എന്നതല്ല അല്ലാഹുവിനെ പഠിപ്പിക്കാനുള്ള മാനദണ്ഡം. മനുഷ്യരാണോ? എല്ലാവരോടും പറയാം. പ്രദേശം നോക്കേണ്ടതില്ല, നാട് നോക്കേണ്ടതില്ല, ആളെ നോക്കേണ്ടതില്ല. ആംഗ്യ ഭാഷയിൽ വരെ സഹായത്ത് ദഅവത്ത് നടത്തിയിരുന്നു എന്ന ഭാഷ അറിയുന്നില്ല, ആംഗ്യ ഭാഷയിൽ ദഅവത്ത് നടത്തുന്നു. അങ്ങനെ ഓരോരോ നന്മകൾ എങ്ങനെയെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹു ഇത് എത്തണമല്ലോ എന്ന് ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുമ്പോൾ, ഇഖ്ലാസോടുകൂടി നമ്മൾ ചെയ്യുമ്പോൾ അത് അല്ലാഹു തആല സ്വീകരിക്കും. അതിന്റെ അടിസ്ഥാനമായ ഇഖ്ലാസാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ. രാപ്പകലില്ലാതെ ഞാൻ ആളുകളെ വിളിച്ചു. എന്തൊരാത്മാർത്ഥതയുടെ
വാചകം എത്ര വർഷങ്ങളാണ്, എത്ര രാപ്പകലുകളാണ്, എത്ര ദിനരാത്രങ്ങളാണ് മനോഹരതയോട് കൂടിയിട്ട് ഈ മാർഗത്തിലേക്ക് ക്ഷണിച്ചിട്ടാണ് പറയുന്നത്. എന്റെ ജനതയെ ക്ഷണിച്ചു, രാപ്പകലില്ലാതെ അതേപോലെ രഹസ്യമായും പരസ്യമായും ക്ഷണിച്ചു എന്ന് പറയുന്ന വാചകങ്ങളൊക്കെ നമ്മൾ കാണുന്നു പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നാം ഒരു ദാഴിയാണ്. ഇസ്ലാമിന്റെ സെയിൽസ്മാൻ ആകണം. നമ്മൾ ക്വാളിറ്റിയുള്ള സെയിൽസ്മാനാണ്. ഇസ്ലാം എന്ന പ്രൊഡക്റ്റ് അത് എല്ലാ ആളുകളിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹം നമുക്കുണ്ടാകുമ്പോൾ അല്ലാഹു തആല നമുക്കതിന് വഴിയൊരുക്കി തരുന്നതാണ്. അതിന് വഴിയൊരുക്കുന്നത് കിട്ടുന്ന സന്ദർഭങ്ങൾ, കിട്ടുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങളും സന്ദർഭങ്ങളും ഒക്കെ പരിശോധിച്ച് നമ്മൾക്ക് അനുവദിക്കപ്പെട്ട സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ദഅവത്ത് നിലക്കാൻ പാടില്ല, അത് നമ്മൾ നിർത്താൻ പാടില്ല. അതിന്റെ ഭാഗമൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ദഅവത്ത് രണ്ട് രീതിയിലുണ്ട് എന്ന് നമുക്കറിയാം. ഒന്ന് നമ്മുടെ സമുദായത്തെ തന്നെ സംസ്കരിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ സമുദായത്തിൽ ഏറെയും ചെറുപ്പക്കാരുടെ ജീവിതമൊക്കെ നമുക്കറിയാം. അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരുടെ ഒരു മതം ഏതാണെന്ന് അറിയുന്നത് അത് ഇസ്ലാമാണ്. 63% ഇന്ത്യൻ ലോക മുസ്ലിമീങ്ങളില് 63% യുവാക്കളുള്ള ഏക മതം മുസ്ലിമാണ്. മറ്റു മതങ്ങൾക്കില്ല അത്രയും. 30-ന്റെയും 20-ന്റെയും ഇടയിൽ 63% മുസ്ലിം ജനസംഖ്യയിൽ 63% യുവാക്കളാണ് ലോകത്ത്. നമ്മുടെ നാട്ടിലും മറ്റ് ജനതയ്ക്ക് അതാണ് ലോകം ഇത്രയേറെ ഭയപ്പെടുന്നത് ഇസ്ലാമിനെ. ഈ യുവാക്കളെങ്ങാനും ലോകത്ത് ദാഴികളായി മാറിയാൽ ലോകം ഇസ്ലാമിന്റെ കീഴിലേക്ക് കടന്നു വരും എന്നതാണ്. അങ്ങനെ പഠനങ്ങളൊക്കെ പറയുന്നു. 2020-30 നമ്മൾ ജനങ്ങൾ പറയണ്ട, 2020-30 ആകുമ്പോഴേക്ക് ലോകത്തെ യൂറോപ്പ് മുഴുവനും, ലോകത്ത് ഒന്നാമത്തെ മതം ഇസ്ലാമാണ്, യൂറോപ്പ് മുഴുവൻ ഇസ്ലാമിന്റെ കീഴിൽ വരുമെന്നൊക്കെ നമ്മളല്ല പറയുന്നത്. ഇന്ന് വലിയ വലിയ ചിന്തകന്മാരും പണ്ഡിതന്മാരും മുസ്ലിം അല്ലാത്തവരും പറയുന്നുണ്ട്. കാരണം ആളുകൾ അത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ രാജ്യത്തുള്ള മുസ്ലിം സമൂഹത്തിന്റെ പരിഷ്കരണമാണ്, സംസ്കരണമാണ്, അല്ലാഹു നൽകുന്ന ഞാമത്തുകൾ ഒരുപാട് മുസ്ലിം സമുദായത്തിനുണ്ടെങ്കിലും അതൊന്നും വേണ്ടത്ര രീതിയിൽ പ്രയോജനപ്പെടുന്നില്ല. നമ്മുടെ യുവാക്കളുടെ സ്കിൽ, കഴിവുകൾ, ശേഷികൾ അത് രീതിയിലേക്ക് കടന്നു വരുന്നില്ല. ഇതൊക്കെ നശിക്കുമ്പോഴാണ് അറിയുന്നത്. ഇത് വരാത്തത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ള മയക്കുമരുന്നിലും മദ്യത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ നോക്കൂ നിങ്ങൾ. കേരളത്തിലെ അടുത്ത കാലത്തൊക്കെ നടന്ന കൊലപാതകങ്ങൾ, കൊന്നവരും കൊല്ലപ്പെട്ടവരുമൊക്കെ ഏത് സമുദായത്തിൽപ്പെട്ടതാണ്? പാർട്ടിയേക്കാൾ മതത്തിനേക്കാൾ വലുത് പാർട്ടിയായി മാറുന്നു. ദീനിനേക്കാൾ വലിയ ആശയങ്ങൾ, ആദർശങ്ങൾ പാർട്ടിക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു തലമുറ നമ്മുടെ നാട്ടിൽ വളർന്നു വന്നാൽ കൊല്ലുന്നവരും മുസ്ലിം, കൊന്നവരും മുസ്ലിമായി തീരുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന മഹത്തായ ഈ മതത്തിന്റെ മാനവികതയെ ആരാണ് തച്ചുടക്കുന്നത്? പ്രിയപ്പെട്ടവരെ, എത്ര ആളുകളാണ് നമ്മുടെ ഈ കരങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സമുദായത്തിന്റെ മക്കളെ കരങ്ങൾ കൊണ്ട് അനാഥകളാകുന്ന മക്കള്, വിധവകളാകുന്ന ഭാര്യമാര്, അതേപോലെ കണ്ണീര് കുടിക്കുന്ന ഉമ്മമാരും പാപ്പമാരും നാട്ടുകാരും. ഇതെല്ലാം എന്തുകൊണ്ട് നമ്മൾ നിരന്തരമായി ബോധവൽക്കരണത്തിന്റെ പാത മറന്നു പോകാൻ പാടില്ല. ഒരു കൊല്ലം നമ്മൾ നിഷ്ക്രിയമായി. എന്നാലും നമ്മുടെ സോഷ്യൽ മീഡിയ, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സോഷ്യൽ മീഡിയ എന്നത് വലിയൊരു ഞാമത്ത് തന്നെയാണ്. അത് ദുരുപയോഗം വേറെ. ആ ഞാമത്ത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നത്. നമ്മുടെ ഇസ്രായേലുകളിലൊക്കെ ഒരുപാട് ആളുകൾ, പലസ്തീനിലും അതേപോലെ തന്നെ ഇസ്രായേലുകളിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്ന പല ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയുള്ള ദഅവത്തുണ്ട്, അതിലൂടെ ചാറ്റിങ്ങുണ്ട്. അപ്പൊ ഇത് നമ്മൾ നല്ലവണ്ണം പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പരമാവധി നമ്മൾ ഉപയോഗിച്ചാൽ വലിയ മാറ്റങ്ങളുണ്ടാവും. ആ മാറ്റത്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഏതാണെങ്കിലും അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പള്ളിയുടെ ഭാരവാഹികള് കഴിഞ്ഞ വർഷത്തിൽ പോലും റമദാനിലെ എല്ലാ പള്ളികൾ അടച്ചിട്ടപ്പോഴും ആ പള്ളി ഇതുപോലുള്ള ക്ലാസുകൾ എല്ലാ ദിവസവും മുടങ്ങാതെ ഓൺലൈനായി അവരവരുടെ നാടുകളിൽ നിന്ന് പ്രഭാഷണം നടത്തിയത് നമുക്കറിയാവുന്നതാണ്. ഇതെല്ലാം നിലനിർത്തി കൊണ്ടുപോകുന്നു. ഈ റമദാനിലും സൗകര്യങ്ങൾ നമുക്ക് ഏറെയില്ല. കൊറോണ എന്ന ഭീകരമായ ഈ രോഗം
ഇന്നും ഇതിന്റെ വ്യാപ്തി കുറഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ ഇവിടെ അതിന്റെ എല്ലാ നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഭവനത്തിൽ ഇതേപോലെയുള്ള ഓരോ നാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ദിവസങ്ങളിൽ ആളുകൾ വന്ന് പ്രഭാഷണം നടത്താനും അത് കേൾക്കാനും നമ്മൾ ഇരിക്കുന്ന അൽഹംദുലില്ലാഹ് ഒരു നാടിന്റെ വെളിച്ചമാണ്. അല്ലാഹു തആല ഇത് എന്നും നിലനിർത്തുമാറാവട്ടെ. അങ്ങനെ നല്ല ഒരു നാടിന്റെ വെളിച്ചമായി നമ്മുടെ ഈ പ്രബോധന രംഗങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി വളർത്തിക്കൊണ്ടുവരാനും പ്രിയ സഹോദരന്മാരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രബോധന രംഗത്ത് ചില പരിശീലനങ്ങൾ അനിവാര്യമാണ്. ആധുനിക കാലഘട്ടത്തിലെ ഇന്നത്തെ ഒരു ട്രെയിനിങ്ങുകൾ, ഒരു കമ്മ്യൂണിക്കേഷൻ, അതേപോലെ തന്നെ ആശയവിനിമയങ്ങൾ, ഇതൊക്കെ എങ്ങനെയായിരിക്കണം എന്നത് പഴയ കാലം പോലെയല്ല. ആളുകൾ ഇത് പഠിപ്പിക്കേണ്ടതുണ്ട്. അത് പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരു സ്ഥാപനത്തിന് നിങ്ങളോട് സഹായം ചോദിച്ചത് ഒരുപാട് കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചെയ്യാനുള്ള പദ്ധതി നമ്മുടെ മുമ്പിലുണ്ട്. അത്തരം ഒരുപാട് പദ്ധതികളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ നാട്ടില്, നമ്മുടെ വയനാട് ജില്ലയിലെ പ്രബോധന പരിശീലനങ്ങൾ, കൗൺസിലിംഗ് സെന്ററുകൾ, ഒരുപാട് ആധുനിക സംവിധാനങ്ങൾ വ്യാപാരത്തെ വളർത്തിക്കൊണ്ടുവരുന്ന പദ്ധതികളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ പേര് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഏതാണെങ്കിലും അല്ലാഹു തആല നമ്മുടെ ഈ പള്ളിയിൽ ഇത്ര നേരം ഇരിക്കാൻ തൗഫീഖ് നൽകിയതിന് അല്ലാഹുവിനെ സ്തുതിക്കാം. അൽഹംദുലില്ലാഹ്. ഇത് ഇങ്ങനെ ഒരു വിഷയം വെച്ച് എന്നെ ക്ഷണിച്ചതിനോ കൽപ്പറ്റയിൽ നിന്ന് ഇങ്ങനെ വരാൻ സാധിച്ചതില്ലെന്നോ വളരെയേറെ സന്തോഷമുണ്ട്. ഇതിന്റെ ഭാരവാഹികൾക്കും ഒരുപാട് ആളുകളുടെ കഠിനാധ്വാനത്തിൽ ഉണ്ടാകുമെന്ന് നമുക്കറിയാം. റമദാനിന് മുമ്പ് തന്നെ ആളുകളൊക്കെ വിളിച്ച് ഉറപ്പിക്കണം, അതിന് നോട്ടീസുകൾ അടിക്കണം, അതിന് സൗകര്യങ്ങൾ ചെയ്യണം. ഇതിനൊക്കെ കഠിനാധ്വാനം ചെയ്ത ആളുകൾക്ക് അല്ലാഹുവേ നീ ഈ ലോകത്ത് നാളെ പരലോകത്തും അനുഗ്രഹം ചെയ്യണമേ തമ്പുരാനെ. ഞങ്ങളുടെ ദീനിന് നേതൃത്വം നൽകുന്നവർക്ക്, അതേപോലെ പള്ളികൾക്ക് നേതൃത്വം നൽകുന്നവർക്ക് ആഫിയത്തും കഴിവും പുണ്യവും ദാനം ചെയ്യ തമ്പുരാനെ. അല്ലാഹുവേ നീ ഞങ്ങളെ ഒരു നല്ല ദാഇയാക്കി കൊണ്ട് ജീവിപ്പിക്കുകയോ ഒരു ദാഇയാക്കി, ഒരു മുവഹ്ഹിദാക്കി ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. മരണപ്പെട്ടവർക്ക് നീ നന്മ പ്രദാനം ചെയ്യ തമ്പുരാനെ. ഞങ്ങളിൽ ഒരുപാട് ആളുകൾ പല രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുന്നുണ്ട്. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. സഹോദരന്മാരെ, നമ്മുടെ സഹായം മറക്കരുത് എന്ന് ഒന്നുകൂടി അറിയിക്കുന്നു.